ഇളവ് കാലാവധി അവസാനിച്ചെങ്കിലും ഇപ്പോഴും പലവിധ കാരണങ്ങളാൽ പ്രയാസപ്പെടുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അവരിൽ നിന്നും നേരിട്ട് കേൾക്കുകയും സൗദി അധികൃതരുടെ മുമ്പിലെത്തിച്ച് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓപ്പൺ ഫോറങ്ങൾ അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുന്നതെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. ഇളവ് കാലാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ 1500ഓളം പേർ കോൺസുലേറ്റിൽ ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 1136 പേർ സ്പോൺസർമാർ ഉറൂബാക്കിയവരാണ്. ഇളവ് കാലത്ത് വിരലടയാളം എടുത്ത് നടപടികൾ പൂർത്തിയാക്കിയിട്ടും വിമാനത്താവളത്തിൽ നിന്നും മടക്കി അയച്ചവരായ 69 പേരും ഇക്കൂട്ടത്തിലുണ്ട്. 271 പേർ ഹജ്ജ് ഉംറ വിസയിലെത്തി തിരിച്ചു പോകാത്തവരാണ്. രജിസ്റ്റർ ചെയ്തവരിൽ ഭൂരിപക്ഷം പേർക്കും കോൺസുലേറ്റിന്റെ ഇടപെടൽ മുഖേന നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇളവ് കാലാവധിയിൽ നാട്ടിലേക്ക് തിരിച്ചുപോയ അർഹരായ 200 പേർക്ക് കോൺസുലേറ്റ് വിമാന ടിക്കറ്റ് നൽകി സഹായിച്ചിട്ടുണ്ട്. പുതുതായി ഉറൂബിൽ കുടുങ്ങുന്നവരുടെ കാര്യം സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഹജ്ജ് ഉംറ വിസയിലെത്തി രാജ്യത്ത് അനധികൃതമായി തങ്ങിയവരെ കയറ്റി അയച്ചതിനു ശേഷമേ ഇവരുടെ കാര്യത്തിൽ നടപടികൾ ആരംഭിക്കാൻ കഴിയൂ എന്ന മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിച്ചതെന്ന് കോൺസുലർ അറിയിച്ചു. സ്പോൺസർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് നടപടികൾ പൂർത്തിയാക്കാതെ രേഖകൾ തിരികെ തരുന്ന സ്പോൺസർമാർക്കെതിരെ ആവശ്യമെങ്കിൽ ലേബർ കോടതിയെ സമീപിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിലെ എമിഗ്രേഷൻ ക്ലിയറൻസിൽ നിലവിലുള്ള നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന നിർദ്ദേശം വിദേശ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത മാസം 7 മുതൽ 9 വരെ ഡൽഹിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺസുലേറ്റ് വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും കോൺസുലർ അറിയിച്ചു. ഇളവ് കാലാവധിയിൽ കോൺസുലേറ്റ് അധികൃതരോടൊപ്പം സഹായത്തിനുണ്ടായിരുന്ന മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെയും കോൺസുലർ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായ് യോഗത്തിൽ അഭിനന്ദിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.